നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് അതിൽ നിന്നും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് ഇഫ് എന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്, അതായത് ഇഫ് എന്ന കണ്ടീഷൻ വർക്ക്ഷീറ്റിൽ എങ്ങനെ ഉപയോഗിക്കാം, മൈക്രോസോഫ്റ്റ് എക്സലിൽ എങ്ങനെയാണ് ഇഫ് എന്ന കണ്ടീഷൻ ഉപയോഗിക്കുന്നത്, അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുന്നോടിയായിട്ട് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതിന്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ, അതായത് വർക്ക് ഷീറ്റ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, വർക്ക് ഷീറ്റ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം, വർക്ക് ഷീറ്റ് എങ്ങനെ റീനെയിം ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഒന്ന് സംസാരിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനായിട്ട് ഇവിടെ താഴെ കാണുന്ന ഷീറ്റ് 1, ഷീറ്റ് 2 ഇങ്ങനെ കാണുന്നുണ്ട്. ഈ താഴെ കാണുന്നവയാണ് വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. ഈ ഷീറ്റ് 1, ഷീറ്റ് 2 എന്നിങ്ങനെ കാണുന്നത്. പുതിയ ഒരു വർക്ക് ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും അവസാനമായിട്ടുള്ള ആ വർക്ക് ഷീറ്റിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇൻസേർട്ട് എന്ന ബട്ടൺ കാണുന്നുണ്ട്. ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ ഒരു വർക്ക് ഷീറ്റ് അവിടെ ഇൻസേർട്ട് ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ വർക്ക് ഷീറ്റുകളുടെ പേര് ഈ ഷീറ്റ് 1 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആ ഷീറ്റിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം റീനെയിം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നമുക്ക് അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഉദാഹരണത്തിന് ഇവിടെ സ്റ്റുഡൻസ്, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ആ ഷീറ്റ് 4 എന്നതിന് പകരം സ്റ്റുഡൻസ് എന്നാണുള്ളത്. അതുപോലെ തന്നെ അത് മോഡിഫൈ ചെയ്യാം. നമുക്ക് കളറുകൾ, ആ ടാബിന് പ്രത്യേകം കളറുകൾ ആഡ് ചെയ്യാം. ഒരു ഗ്രീൻ കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഷീറ്റിലേക്ക് മാറ്റുമ്പോൾ ആ കളർ മാറ്റം നമുക്ക് പ്രത്യേകം അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ മുകൾ ഭാഗത്ത് ഇവിടെ കാണുന്നതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഈ ഭാഗത്ത് കാണുന്ന ഈ ടൂൾ ബാറുകൾ, ഇതിനകത്ത് സേവ് എന്ന ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. നോർമലി നമ്മൾ ഒരു വർക്ക് ഷീറ്റ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ Ctrl+S അടിക്കണം, അതായത് കീബോർഡിലെ Ctrl+S, അതാണ് സേവ് എന്നതിന്റെ ഷോർട്ട് ഫോം. അതല്ല എങ്കിൽ നമ്മളിവിടെ വിൻഡോ ബട്ടൺ, നമ്മൾ ഫയൽ പ്രീവിയസ് വേർഷനിലൊക്കെ ഫയൽ എന്നൊരു ബട്ടൺ ആയിരുന്നു, ഒരു റിബൺ ആയിരുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അത് വിൻഡോ ബട്ടൺ ആണ്. അതിൽ പ്രസ് ചെയ്തതിനു ശേഷം സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യും. അതുപോലെ തന്നെ ഫയൽ ഓപ്പൺ ചെയ്യുക, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് ഇവിടെ ഈ മുകളിൽ കാണുന്ന ടാബുകളിലും റിബണിലൊക്കെ കാണുന്ന ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ അവിടെ പോയി ചെയ്യുന്നതിന് പകരം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന, എപ്പോഴും നമുക്ക് ആവശ്യം വരുന്ന ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ക്വിക്ക് ആക്സസ് ബട്ടൺ എന്നുള്ള ഈ ബട്ടണിൽ, ഈ ഒരു റിബണിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഇവിടെ കാണുന്ന ഈ ആരോ മാർക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഓപ്പൺ, ഒരു ഉദാഹരണത്തിന് ഈ ഓപ്പൺ എന്നുള്ളത് നമ്മളിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ല, ഈ ആക്സസ് ബാർ, ഈ ഒരു ബാറിൽ ഇവിടെ ഓപ്പണിന്റെ ഒരു ഓപ്ഷൻ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഓപ്പൺ എന്ന ഫംഗ്ഷൻ നമുക്ക് ഇവിടെ വിൻഡോ എടുത്ത് ഇവിടെ തുറക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓപ്പണിന്റെ വിൻഡോ ഇവിടെ ഓൺ ആയി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഫങ്ഷൻസ് ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് പിന്നീട് വർക്ക് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വേണ്ട സംഭവങ്ങൾ ഇവിടെ നമുക്ക് അതുപോലെ ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ പെടാത്ത വല്ല ഓപ്ഷനുകളാണ് നമുക്ക് ആഡ് ചെയ്ത് വെക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ തന്നെ കസ്റ്റമൈസ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ
അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ മോർ കമാൻഡ്സ് ഉണ്ടല്ലേ, ഈ മോർ കമാൻഡ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമുക്ക് അതിനകത്ത് നമുക്ക് അത്യാവശ്യമുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് എപ്പോഴും, ഉദാഹരണത്തിന് എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാനുള്ള ആവശ്യമുള്ള ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ ആഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യാനുള്ളത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇഫ് എന്ന് തുടങ്ങുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്. ഒരു ചെറിയ ഉദാഹരണത്തിന്, ഇപ്പോ ഇവിടെ ഒരു ടോട്ടൽ എന്ന കോളം നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു 130, 139, 81 അങ്ങനെയുള്ള സംഖ്യകളും കാണാം. നമുക്ക് ഏറ്റവും കുറഞ്ഞൊരു ഉദാഹരണത്തിന് ഈക്വൽ ടു, അതായത് അതിനു മുമ്പായിട്ട് ഇവിടെ ഈ കോളത്തിൽ കാണുന്ന ഈ സംഖ്യ 100ന് മുകളിലാണെങ്കിൽ എ എന്നും 100ന് താഴെയാണെങ്കിൽ ബി എന്നും റിസൾട്ട് കിട്ടണം. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നത്, അതായത് ഒന്നുകൂടി അഡ്വാൻസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് വേണ്ട ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ ഈക്വൽ ടു ഇഫ് എന്നാണ് കണ്ടീഷൻ വരുന്നത്. ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഏത് കോളാണ് കമ്പയർ ചെയ്യേണ്ടത്? F8 എന്ന കോളാണ് കമ്പയർ ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യാം. F8 ഗ്രേറ്റർ ദാൻ 100, അതായത് 100ന് മുകളിലാണെങ്കിൽ ഒരു കോമ ഇട്ട് കൊടുക്കുക. ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്യുക. എ, അതായത് 100ന് മുകളിലാണെങ്കിൽ എ എന്ന് പ്രത്യക്ഷപ്പെടണം. ഇനി അതല്ല, ഒരു ഫാൾസ് ആണെങ്കിൽ, അതായത് ഇക്വേഷൻ ഫാൾസ് ആണ്, അതായത് 100ന് താഴെ ആണെങ്കിൽ അത് ബി എന്നും പ്രത്യക്ഷപ്പെടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡബിൾ കോട്ട്സ് എ ഇട്ടതിന് ശേഷം കോമ ഇട്ട് കൊടുക്കുക. അവിടെ ബി എന്ന് ടൈപ്പ് ചെയ്യുക. ഡബിൾ കോട്ട്സ് ബി എന്ന് ടൈപ്പ് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ അടിക്കുക. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എ ആണ്. കാരണം ഇത് ഈ എമൗണ്ട് 100ന്റെ മുകളിലാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഈ എമൗണ്ട് ഒന്ന് മാറ്റി കൊടുത്ത് നോക്കാം. ഇവിടെ നമുക്കൊരു 99 ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. അത് ഓട്ടോമാറ്റിക് ആ സംഖ്യ ആ ഒരു ലെറ്റർ ആൽഫബറ്റ് മാറിയിട്ട് ബിയിലേക്ക് വന്നിരിക്കുന്നു. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ 100ന് മുകളിലാണെങ്കിൽ, അതായത് F8ലെ വാല്യൂ 100ന് മുകളിലാണെങ്കിൽ എ എന്നും പ്രത്യക്ഷപ്പെടണം, അല്ല എങ്കിൽ ബി എന്നും പ്രത്യക്ഷപ്പെടണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു കണ്ടീഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതേ ഇക്വേഷൻസ് താഴെ കാണുന്ന ഈ സംഖ്യകൾക്ക് കൂടെ ബാധകമാകണമെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് താഴേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും. കാണുന്നില്ലേ? ഇനി നമുക്കിതൊന്ന് പ്രാക്ടിക്കലി ചെയ്ത് നോക്കാം. അതായത് നമുക്കൊരു ഗ്രേഡ് സിസ്റ്റം, അതായത് ഇത്രയും കുട്ടികളുടെ മാർക്ക്, ഇത്രയും സ്റ്റുഡൻസിന്റെ മാർക്ക് നമുക്ക് ഒരു ഗ്രേഡ് നമുക്കൊരു ഗ്രേഡ് എന്നൊരു കോളം കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒരു ഗ്രേഡ് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, എ ബി സി എന്നിങ്ങനെ ഗ്രേഡുകൾ കാണാറില്ല നമ്മളെ മാർക്ക് ലിസ്റ്റിൽ. അത് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് ഒന്ന് നോക്കാം. ഈക്വൽ ടു ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. F8 എന്ന കോളമാണ് നോക്കുന്നത്. F8 ഗ്രേറ്റർ ദാൻ 100 ആണെങ്കിൽ കോമ എന്ത് കൊടുക്കണം? നമുക്ക് 100ന് പകരം ഒരു 150 കൊടുക്കാം. 150 ആണെങ്കിൽ ഡബിൾ കോട്ട്സ് എ ഡബിൾ ക്ലോസ് ചെയ്യാം, കോമ, അതായത് ഒരു കോമ കൊടുക്കുക. അതായത് ഇനി അടുത്തത് നമുക്ക് എന്ത് കിട്ടണം? ബി കിട്ടണം. അത്
അടുത്ത് നമ്മൾ ഒരു 100ന് 100ന്റെയും 150യുടെയും ഇടക്കാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? ബി കിട്ടണം. 80ന്റെയും 100ന്റെയും ഇടക്കാണെങ്കിൽ നമുക്ക് സി കിട്ടണം. അപ്പോൾ നമുക്ക് ആ ഒരു ലെവലിലേക്കാണ് കണ്ടീഷൻസ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. F8 എന്ന കോളത്തിൽ 150നേക്കാൾ മുകളിലാണെങ്കിൽ ഇനി ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ F8 150ന് മുകളിലാണെങ്കിലാണ് എ എന്ന് പ്രത്യക്ഷപ്പെടുള്ളൂ. അതായത് 150 ആണെങ്കിൽ പോലും എ എന്ന് പ്രത്യക്ഷപ്പെടില്ല. അപ്പോൾ 150 മുതലാണ് നമുക്ക് എ കിട്ടേണ്ടതെങ്കിൽ F8 ഇവിടെ ഗ്രേറ്റർ ദാൻ, അവിടെ ഒരു ഈക്വൽ ടു കൂടെ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അതായത് 150ന് മുകളിലോ അല്ലെങ്കിൽ 150 ആണെങ്കിൽ എ എന്ന് പ്രത്യക്ഷപ്പെടണം. ഇനി അതല്ല, നമുക്ക് അടുത്ത ഒരു കണ്ടീഷൻ കൂടെ ഇവിടെ വെക്കണം. ഇഫ് F8 ഈ കോളത്തിൽ തന്നെ ഒന്നുകൂടി പ്രസ് ചെയ്യാം, ക്ലിക്ക് ചെയ്യുക. ആ കോളത്തിൽ F8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതായത് F8 100 എന്ന സംഖ്യക്ക് മുകളിലോ അല്ലെങ്കിൽ 100 ആണെങ്കിൽ ബി എന്ന് പ്രത്യക്ഷപ്പെടണം. കോമ ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ, നമ്മുടെ F8 എന്ന കോളം സെലക്ട് ചെയ്യുക, കണ്ടീഷൻ കൊടുക്കുക ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80. F8 80ന് മുകളിലോ അല്ലെങ്കിൽ 80 ആണെങ്കിൽ കോമ കൊടുക്കുക, ഡബിൾ കോട്ട്സ്. സോറി, നമ്മളിവിടെ കൊടുത്ത ഇക്വേഷൻ തെറ്റിയിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100 ആണെങ്കിൽ കോമ ഡബിൾ കോട്ട്സ്. ഇവിടെ കൊടുക്കേണ്ടത് ബി ആണ്. ദെൻ ഒരു കോമ ഇട്ട് കൊടുക്കുക. ഇഫ് F8 എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണെങ്കിൽ ഡബിൾ കോട്ട്സ് സി. അതല്ല, ഇനി 80ലും താഴെ ആണെങ്കിൽ അത് ഫാൾസ്, അതായത് ഇക്വേഷൻ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ സി കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ട് കൊടുക്കുക, ഡബിൾ കോട്ട്സ് ഡി. അതായത് നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷനുകൾ ഒന്നും അല്ല, അതിന് താഴെയാണ് മാർക്ക് എന്നുണ്ടെങ്കിൽ ഡി ആണ്. അതായത് അതാണ് ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ലാസ്റ്റ് ഇവിടെ നമ്മൾ എത്ര ബ്രാക്കറ്റുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. അതായത് ഒരു ഇഫ്, ഇവിടെ എത്ര ഇഫ്, അതായത് എത്ര കണ്ടീഷൻസ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത്രയും ബ്രാക്കറ്റുകൾ നമ്മൾ അവസാനം ക്ലോസ് ചെയ്യുകയും വേണം. അതായത് ഉദാഹരണത്തിന് ഇവിടെ 1, 2, 3. അപ്പോൾ ആ 3 ബ്രാക്കറ്റുകൾ നമ്മളിവിടെ ക്ലോസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യും. അപ്പോൾ നമ്മൾ കൊടുത്ത കണ്ടീഷൻ അനുസരിച്ച് ഇവിടെ സി ആണ് ഗ്രേഡ് വന്നിരിക്കുന്നത്. താഴേക്കും നമുക്ക് അതേ ഇക്വേഷൻ തന്നെ സ്പ്രെഡ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് അറിയാലോ അല്ലേ, ഈ ഇക്വേഷൻ്റെ ഈ ഒരു കോർണറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിയിലേക്ക് മാറ്റാനായിട്ട് പറ്റും. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കണ്ടല്ലോ, നമ്മൾ കൊടുത്തിരിക്കുന്നത് 150ന് മുകളിലോ അല്ലെങ്കിൽ 150 ആണെങ്കിൽ എ എന്ന് വരുന്നത്. പിന്നെ 149 ആണെങ്കിൽ ബി. അതായത് 100ന് മുകളിലോ നമ്മുടെ കണ്ടീഷൻ അങ്ങനെയാണ്. അതായത് 150 അല്ലെങ്കിൽ 150 മുകളിലാണെങ്കിൽ എ എന്നും, അതിന് താഴെയാണെങ്കിൽ ബി എന്നും, അതിന് താഴെ അതായത് 100നും താഴെയാണെങ്കിൽ സി എന്ന്, അതായത് 99 ആണെങ്കിൽ സി, 80ലും താഴെ ആണെങ്കിൽ ഡി എന്നും വരണം. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അതുപോലെ തന്നെ ഫംഗ്ഷൻ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ നിങ്ങൾ കമന്റിലൂടെ ചോദിക്കണം. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു ടേബിൾ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാം. അതായത് കളർ കൊടുക്കാം, നമുക്ക് ബോർഡർ ഇൻസേർട്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഇതാ ഇവിടെ ഇപ്പോൾ കണ്ടല്ലോ, ഇത്രയും ഈ മുകളിലുള്ള ഹെഡിങ് നമുക്ക് ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യാം. അതായത്
ഒന്ന് ബോൾഡ് ചെയ്തു, ലെറ്റേഴ്സ് ഒന്ന് ബോൾഡ് ചെയ്തു, അതുപോലെ തന്നെ ഒന്ന് സൈസ് ഒന്ന് കൂട്ടി. നമുക്കതിനകത്ത് കളർ ഫിൽ ചെയ്യാനായിട്ട് പറ്റും. കളറെല്ലാം ഫിൽ ചെയ്ത് ഒരു ടേബിൾ രൂപത്തിൽ, അതായത് ഒരു ബോർഡേഴ്സ് എല്ലാം കൊടുത്ത് ടേബിൾ രൂപത്തിൽ നമുക്ക് ചെയ്യാം. അതായത് അതിനായിട്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ ബോർഡർ. ആ ബോർഡർ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണാൻ പറ്റും ഒരുപാട് ടൈപ്പ്, ലെഫ്റ്റ്, ടോപ്പ്, ഓരോ ഭാഗത്ത് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്. ഇപ്പോൾ നമ്മളിവിടെ ഈ കാണുന്നത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് കോളം ടേബിൾ ഷേപ്പിൽ കിട്ടും. അതുപോലെ തന്നെ മാനുവലി നമുക്ക് ടേബിൾ ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് ഇവിടെ ഈ ബട്ടണിൽ പ്രസ് ചെയ്തതിന് ശേഷം ബോർഡറിന്റെ ബട്ടൺ ഇവിടെ കണ്ടില്ല, ഡ്രോ ബോർഡർ എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടാനുസരണം ബോർഡർ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, നമുക്ക് എവിടെ വേണമെങ്കിലും അതിനനുസരിച്ച് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ ഇഷ്ടാനുസരണം എവിടെ വേണമെങ്കിലും വരക്കാം. അത് ഡിലീറ്റ് ചെയ്യണം. പിന്നെ എല്ലാവർക്കും അഭിപ്രായങ്ങളെല്ലാം കമന്റിലൂടെ അറിയിക്കണം. പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഫോർമുല ബാറാണ്. അതായത് ഫോർമുല ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഈ രണ്ട് സെല്ലുകൾ കാണുന്നില്ലേ, രണ്ട് കോളങ്ങൾ കാണുന്നില്ലേ ഇവിടെ മുകളിൽ. ഇത് നെയിം ബോക്സ് ആണ്. അതായത് അല്ലെങ്കിൽ നമുക്ക് അഡ്രസ് വരുന്ന അത് അഡ്രസ് ബാർ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഇത് ഫോർമുല ബാർ ആണ്, ഈ ഫോർമുല കോളമാണ്. അത് ആ സെല്ലിനകത്ത് എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നത് അതാണ് ഇവിടെ ഈ ഫോർമുല ബാറിൽ വരുന്നുണ്ടാവുക. അതായത് നമ്മൾ ഈ സെല്ല് ഇപ്പൊ ഇതിനകത്ത് എഡിറ്റ് ചെയ്യുന്ന പകരം ഇവിടെ വന്ന് എഡിറ്റ് ചെയ്താലും അതിവിടെ ചേഞ്ച് ആവുന്നതായിരിക്കും. പിന്നെ ഒരു കോളം, ഇപ്പോൾ നമ്മൾ ഈ ടേബിളിനകത്തേക്ക് ഒരു കോളം ഇൻസേർട്ട് അല്ലെങ്കിൽ ഒരു റോ ഇൻസേർട്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ മുകളിലായിട്ടാണ് റോ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഒരു വരി ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ഇൻസേർട്ട് എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ പുതിയതായിട്ട് ഒരു വരി കൂടെ വന്നു. നമുക്കിനി ഇവിടെ ഒരു സബ്ജക്റ്റും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കോളം, അതായത് ഒരു കോളം കൂടെ ആഡ് ചെയ്യാനുണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടെയാണോ നമുക്ക് ആഡ് ചെയ്യണത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ ഈ ആൽഫബറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ഇൻസേർട്ട് അടിക്കുക. അപ്പോൾ കാണുന്നുണ്ടല്ലോ നമുക്കവിടെ ആ കോളം ഇൻസേർട്ട് ആയി. അതുപോലെ തന്നെ ആ കോളം നമുക്ക് ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും സെയിം അവിടെ തന്നെ ഏത് കോളാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ കോളം സെലക്ട് ചെയ്യുക, മുകളിലെ ആൽഫബറ്റ് ക്ലിക്ക് ചെയ്യുക, അവിടെ ഡിലീറ്റ് എന്ന ബട്ടൺ ഉണ്ടാവും, ആ ഡിലീറ്റ് പ്രസ് ചെയ്യും. അതുപോലെ തന്നെ റോ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിലും സെയിം മെത്തേഡ് തന്നെയാണ്, ഡിലീറ്റ്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാം. അതിന്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. റിപ്ലൈ തീരുന്ന സംശയങ്ങളാണെങ്കിൽ അതിൽ കമന്റിലൂടെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ആരും സബ്സ്ക്രൈബ് ആരെങ്കിലും വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.